ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങ വെച്ചൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് അല്ലേ. ഇപ്പോൾ പറമ്പിലൊക്കെ ഇറങ്ങി നമുക്ക് ഒരു മാങ്ങ പൊട്ടിച്ചെടുത്ത് ഈ അടിപൊളി കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് ഒന്ന് കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, നല്ല പുളിയുള്ള മാങ്ങ. അത് കട്ട് ചെയ്തതും അതുപോലെ ഒരു എരിവിന് വേണ്ടി ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഒരു അരമുറി നാളികേരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാളികേരം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊടികളൊന്നും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിവിടെ മാങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടെന്ന്. നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരം ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചാറ് കറിയാണ്, ഒരല്പം കുറുകിയിരിക്കും. അപ്പോൾ അതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കറി നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് കിട്ടണം. കാരണം എന്നാൽ മാത്രമേ മാങ്ങയുടെ പുളി ഈ കൂട്ടിലേക്ക് ഇറങ്ങുകയുള്ളൂ, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല വെട്ടി തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളമ്പാവൂ. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ കറിയിൽ പിടിച്ചു കിട്ടുള്ളൂ. അപ്പം ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ കറിക്ക് ഒരു അല്പം ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതുകൂടെ ചേർത്ത് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടണിലുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓണാക്കി വയ്ക്കണേ, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.